ചില ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥയാണ്. ഇവിടെ പറയുകയാണ്, രണ്ടുപേരും എമ്മാവൂസിലേക്ക് യാത്രയാക്കുന്നു. ഈശോ അവരുടെ കൂടെ വന്ന് അവരോട് ചേർന്ന് യാത്ര ചെയ്യുന്നു. പക്ഷെ ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. നമ്മൾ ഉയർപ്പ് തിരുനാളിന്റെ ദിവസത്തിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോകാം. അവിടെ മഗ്ദലന മറിയം ഈശോയുടെ കല്ലറയിലേക്ക് വരികയാണ്. അവിടെ ഈശോ മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. നല്ലത് ഈശോയാണെന്ന് മനസ്സിലാക്കാനായിട്ട് മഗ്ദലന മറിയത്തിന് സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ നമ്മൾ ഉയർപ്പിന് ശേഷമുള്ള സംഭവങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണാനായിട്ട് സാധിക്കും. അതായത് ഈശോ ഒരാളുടെ അടുത്തേക്ക് വരുന്നു, അത് ഈശോയാണെന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. മഗ്ദലന മറിയത്തിന്റെ കാര്യത്തില് അത് മഗ്ദലന മറിയത്തിന്റെ സങ്കടം കാരണമാണ് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തതെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ ഇവര് രണ്ടാളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വാദപ്രതിവാദത്തിലായിരുന്നു. അതിന്റെ ഇടയിൽ ഈശോയെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും ഇതേ അവസ്ഥകൾ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചില തിരക്കുകൾ കാരണം നമ്മുടെ കൂടെയുള്ള ദൈവിക സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ ചില വഴക്കുകൾ കാരണം നമ്മുടെ കുടുംബത്തിലുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോയ അവസരങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ പഠന തിരക്കുകൾ കാരണം, പരീക്ഷയെ കുറിച്ചുള്ള ടെൻഷൻ കാരണം നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് കഴിയാതിരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്നത്തെ സുവിശേഷവും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച സുവിശേഷവും ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ കൂടെ ദൈവം ഉണ്ടായിട്ടും നിനക്ക് തിരിച്ചറിയാനായിട്ട് കഴിയാത്ത ചില അവസരങ്ങൾ വന്നേക്കാം, നിന്റെ ജീവിതത്തിൽ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശാന്തമാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് വചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയും. നമ്മുടെ തിരക്കുകളിൽ നിന്നും നമ്മുടെ ദേഷ്യങ്ങളിൽ നിന്നും നമ്മുടെ വഴക്കുകളിൽ നിന്നെല്ലാം നമ്മളൊരു അല്പം ശാന്തമാകാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.